മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് വീണ്ടും വേദിയിലേക്ക് എത്തുകയാണ്. മരിച്ചുപോയ പിതാവിന്റെ സ്മരണാർത്ഥം കോഴിക്കോട് പ്രത്യേക മാജിക് ഷോ നടത്തുന്നതായിരിക്കും. ഓഗസ്റ്റ് 9 പ്രൊവിഡൻസ് കോളേജിൽ ഇല്യൂഷൻ ടു ഇൻസ്പിറേഷൻ അരങ്ങേറും. മാന്ത്രിക ജീവിതം മാറ്റിവെച്ച് ഏറെക്കാലമായി ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുകയായിരുന്നു ഗോപിനാഥ് മുതുകാട്. എന്നാൽ ഒരിടവേളയ്ക്കു ശേഷം മുതുകാട് ഇതാ വീണ്ടും വേദിയിലെത്തുകയാണ്. മാജിക്കിന്റെ ലോകം മാത്രം സ്വപ്നം കണ്ട് നടന്നൊരു ജീവിതമായിരുന്നു. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഭിന്നശേഷി മേഖലകളിലേക്ക് കടന്നു വന്നു. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറയുന്നൊരു സ്വപ്നം. ഇനിയിപ്പോൾ കാസർഗോഡ് നമ്മളൊരു വലിയ പ്രോജക്റ്റ് വരികയാണ്. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് എന്ന് പറയുന്ന ഒരു വലിയ പ്രോജക്റ്റ്. മാജിക്കിന്റെ ലോകത്തോട് വിട പറഞ്ഞെങ്കിലും അച്ഛനുള്ള കലാപ്രകടനത്തിന്റെ സമർപ്പണമായാണ് ഷോ ഒരുക്കുന്നത്. എൻ്റെ അച്ഛൻ മരിക്കുന്നത് കോഴിക്കോട് വെച്ചിട്ടാണ്. അപ്പം അച്ഛൻ മരിക്കുന്ന സമയത്ത് ഞാൻ മാജിക്കിൻ്റെ രംഗത്ത് രക്ഷപ്പെടുമെന്നുള്ളൊരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അച്ഛനന്ന് മരിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു, ഒരു കാരണവശാലും ഇത് ഇനി ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ 4 വർഷം മുമ്പ് മാജിക്കിനെ ഉപേക്ഷിച്ചു. മാജിക്കിൽ നിന്ന് വിട്ടുമാറി വേറെ ലോകത്തേക്ക് പോയി. അപ്പോൾ അച്ഛനോട് പറയാനുള്ള കുറേ കാര്യങ്ങൾ പറയാനുള്ളൊരു വേദിയായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെയായി മാജിക്കിനൊപ്പം പ്രവർത്തിച്ച കലാകാരന്മാരെയും സാങ്കേതിക വിദഗ്ധരെയും ഉൾപ്പെടുത്തിയുള്ളതാണ് ഷോ. തിരുവനന്തപുരത്തെ മാജിക് പ്ലാനറ്റിൽ വെച്ചാണ് പരിശീലനം നടക്കുന്നത്. എൻ്റെ കൂടെ പണ്ട് വർക്ക് ചെയ്തിരുന്ന ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു സവിശേഷത. എനിക്കും പ്രായമായി, അവർക്കും പ്രായമായി. പക്ഷേ അവരൊക്കെ വീണ്ടും വന്ന് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ സവിശേഷത. അവരൊക്കെ പല രാജ്യങ്ങളിലാണിപ്പോൾ. അവരൊക്കെ വിളിച്ചു വരുത്തി പഴയ സാധനങ്ങളെല്ലാം പൊടി തട്ടിയെടുത്ത് ഇനി അതെല്ലാം റിഹേഴ്സൽ ചെയ്ത്, അപ്പോൾ അന്നത്തെ മാജിക്കുകൾ തന്നെയാണ് ചെയ്യുന്നത്. കുറച്ച് പുതുമയുള്ള മാജിക്കുകളുണ്ടാവും. പക്ഷേ അതൊരു പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പരിപാടിയാണ്. ഇന്ദ്രജാലവും സംഗീതവും നൃത്തവുമൊക്കെയായി ഓഗസ്റ്റ് 9 കോഴിക്കോട്ടെ പ്രൊവിഡൻസ് കോളേജിൽ ഇല്യൂഷൻ ടു ഇൻസ്പിറേഷൻ അരങ്ങിലെത്തും. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. അഞ്ജന സുകുമാരൻ നമ്മുടെ കൂടെ ഉണ്ട്. അഞ്ജന, കുറെ കാലമായിട്ട് അദ്ദേഹം വേദികളിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. ഭിന്നശേഷി കുഞ്ഞുങ്ങളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രയത്നങ്ങളൊക്കെ അദ്ദേഹം നടത്തുന്നുണ്ടായിരുന്നു. ആ ഒരു ലോകത്തായിരുന്നു ഇപ്പോൾ അച്ഛൻ്റെ മരിച്ചുപോയ പിതാവിന്റെ ആഗ്രഹങ്ങളൊക്കെ സാക്ഷാത്കരിക്കുക, അദ്ദേഹത്തിന് വേണ്ടിയാണ് വീണ്ടും വേദിയിലേക്ക് എത്തുന്നത്. ഒരു സമയത്ത് നമ്മൾ ആസ്വദിച്ചും കൗതുകത്തോടു കൂടിയും അത്ഭുതത്തോടും കൂടി കണ്ട അതേ ഊർജ്ജത്തോടു കൂടിയാണോ വീണ്ടും തിരിച്ചു വരുന്നത്? വലിയ പ്രാക്ടീസ് ഒക്കെ നടക്കുന്നുണ്ട് ഇവിടെ അല്ലേ? ജാലവിദ്യയിലൂടെ പ്രേക്ഷകരെ കയ്യിലെടുത്ത് കുട്ടികളെയൊക്കെ അമ്പരപ്പിക്കുന്ന ഒരു മാന്ത്രികനാണ് നമ്മുടെയൊക്കെ സ്വന്തം ഗോപിനാഥ് മുതുകാട്. കുറേ കാലമായിട്ട് അദ്ദേഹം ഈ മാജിക് രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഏതാണ്ട് 4 പതിറ്റാണ്ടായി അദ്ദേഹം നമ്മളെയൊക്കെ മാജിക്കിലൂടെ കൗതുകപ്പെടുത്തുന്നുണ്ട്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ സ്ക്രീനിലൊക്കെ കാണുമ്പോൾ വല്ലാതെ കൗതുകത്തോടെയൊക്കെ നോക്കിയിരുന്നിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ മാജിക് ഷോ ഒക്കെ. എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 പതിറ്റാണ്ടുകളായിട്ട് അദ്ദേഹം ഈ ഒരു മാജിക് ഷോയുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിത മാർഗ്ഗമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിത പാതയാണ് മാജിക് എന്ന് പറയുന്നത്. കോഴിക്കോട് അദ്ദേഹത്തിന് വളരെ ഒരു ബന്ധമുണ്ട് മാജിക്കുമായിട്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രൊഫഷണൽ ഷോ അരങ്ങേറിയത് കോഴിക്കോടാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി, ഏതാണ്ട് ഒരു 4 വർഷങ്ങളായി അദ്ദേഹം പ്രൊഫഷണൽ രംഗത്ത് മാജിക്കിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുകയായിരുന്നു മുതുകാട്. ഇപ്പോൾ വീണ്ടും അദ്ദേഹം ഒരു മെഗാ ഷോയുമായിട്ട് കോഴിക്കോട്ടേക്ക് തിരിച്ചെത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനുള്ള ഒരു ട്രിബ്യൂട്ടായിട്ടാണ് അദ്ദേഹം ഈ ഒരു ഷോ ചെയ്യുന്നത്. ഈ വരുന്ന ഓഗസ്റ്റ് 9 ആ ഷോ കോഴിക്കോട് നടക്കുന്നത്. കോഴിക്കോട് പ്രൊവിഡൻസ് കോളേജിലാണ് ഷോ നടക്കുന്നത്. അതോടൊപ്പം തന്നെ പറയാനുള്ളത്, ഇതുവരെ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഷോകൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് രാജ്യങ്ങളിൽ ഏതാണ്ട് ഒരു 1000-ഓളം ഷോകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒരേപോലെ കൗതുകത്തോടെയൊക്കെ നോക്കിയിരിക്കുന്ന ഷോകളാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഇതുവരെ അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിച്ച ഒരുപാട് കലാകാരന്മാർ, അതുപോലെ തന്നെ സാങ്കേതിക വിദഗ്ധർ ഒക്കെ വീണ്ടും ഈ ഷോയിലൂടെ ഒരുമിക്കുകയാണ്. അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന് അച്ഛന് വലിയ ആഗ്രഹമായിരുന്നു. അദ്ദേഹം ഒരുപാട് കാലം ഇങ്ങനെ മാജിക് ഒക്കെ ചെയ്ത് ഇതിനകത്ത് ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷെ 4 വർഷം മുൻപ് അദ്ദേഹം ചെറുതായിട്ട് പ്രൊഫഷണൽ മാജിക്കിൽ നിന്നൊക്കെ വിട്ടു നിന്നു. അപ്പോൾ അച്ഛന് വേണ്ടിയിട്ടുള്ള ട്രിബ്യൂട്ടായിട്ടാണ് അദ്ദേഹത്തിന് നടത്തുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കലാകാരന്മാർ മുതുകാട് സാറിനൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് കലാകാരന്മാർ വീണ്ടും ഇതിലൂടെ ഒന്നിക്കുന്നുണ്ട്. അദ്ദേഹം പണ്ട് ചെയ്തിട്ടുള്ള ഒരുപാട് മാജിക്സൊക്കെ ഈ ഒരു ഷോയ്ക്കകത്ത് നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല, പുതിയതായിട്ട് കുറച്ച് പുതിയ ഒരു ഡിസൈനിലൊക്കെ ആയിരിക്കും ഇത് പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ മാജിക് ഉണ്ട്, ഡാൻസ് ഉണ്ട്,
അതോടൊപ്പം സംഗീതവും കൂടിയൊക്കെ ഒത്തിണങ്ങിയിട്ടുള്ള ഒരു മെഗാ ഷോ ആയിട്ടായിരിക്കും മുതുകാട് ഏതായാലും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത്. അപ്പം കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കാസർഗോഡ് ഈ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം വലിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ വൈകാതെ തന്നെ അതിൻ്റെ ആ ഒരു പദ്ധതി സഫലമാക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ August 9 കോഴിക്കോട് വെച്ചിട്ട് ഈ ഒരു മെഗാ ഷോ നമ്മൾ പണ്ട്